ദരിദ്രരുടെയും ആലംബഹീനരുടെയും പക്ഷം ചേർന്ന ക്രിസ്തുനാഥൻ തൻ്റെ ജീവിതത്തിലൂടെ നൽകിയ ഏറ്റവും വലിയ സന്ദേശം സ്നേഹത്തിൻ്റെതായിരുന്നു. സഹനത്തിലൂടെയും വേദനയിലൂടെയും കടന്നുപോകുന്ന ഏവർക്കും ആശ്രയമാകുവാനും തൻ്റെ കരങ്ങളിലൂടെ അവർക്ക് ആശ്വാസം പകരുവാനും തിരുമനസ്സായ അവിടുന്ന് ഇന്നും നമ്മോടുകൂടെ ജീവിക്കുന്ന ദൈവമാണ്. പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും മാർഗത്തിലൂടെ രക്ഷാകര അനുഭവത്തിനുമേൽ സഹനത്തിൻ്റെ മുദ്ര പതിപ്പിച്ച അവിടുന്ന് ഇന്ന് നമ്മുടെ ജീവിതത്തിലൂടെ ആഗ്രഹിക്കുന്നതും ആ ബലിയർപ്പണത്തിൻ്റെ ജീവിത മാതൃകയാണ്. ചില ജീവിതങ്ങളിലൂടെ അവിടുന്ന് ഇന്ന് ഈ ലോകത്തിൽ നേടുന്നത് അനേക ആത്മാക്കളെയാണ്. തൻ്റെ രക്ഷാകര പദ്ധതിക്ക് അനുസൃതമായി ഏറെ അഭിഷിക്തരെയും സമർപ്പിതരെയും രൂപപ്പെടുത്തിയെടുക്കുന്ന ഈശോ പ്രത്യേകമായ ദൈവവിളികളിലൂടെ തൻ്റെ രാജ്യത്തിലേക്ക് അനേകരെ പങ്കുകാരാക്കുന്നു. അധ്യാപകനായും വചനപ്രഘോഷകനായും എഴുത്തുകാരനായും തുടങ്ങി എണ്ണമറ്റ മേഖലകളിലൂടെ തൻ്റെ ശുശ്രൂഷാ ജീവിതത്തെ അവിശ്രമം മുന്നോട്ട് നയിക്കുന്ന റവറൻ ഡോക്ടർ മൈക്കിൾ കാരിമറ്റം വിവരണങ്ങൾക്കതീതനാണ്. പിൽക്കാലത്ത് സ്വന്തം ജീവിതം കൊണ്ട് ബൈബിൾ വ്യാഖ്യാനിച്ച ബൈബിൾ പണ്ഡിതനായ ബഹുമാനപ്പെട്ട മൈക്കിൾ കാരിമറ്റം അച്ചൻ തൻ്റെ ജീവിതത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കുന്ന അനുഭവങ്ങൾ ഏറെയും സഹനത്തിൻ്റെതാണ്. സഹനത്തിൻ്റെ ക്രൈസ്തവ മൂല്യങ്ങളും ക്രൂശിതന്റെ സുവിശേഷവും ഹൃദയ സ്പന്ദനങ്ങൾ കൊണ്ട് പ്രഘോഷിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതിന് ഉപോത്ബലകമായ അനുഭവങ്ങൾ എക്കാലവും നൽകപ്പെട്ടുകൊണ്ടേയിരുന്നു. വളരെ ചെറുപ്പത്തിൽ പ്രാർത്ഥനയോടും വിശ്വാസ പാഠങ്ങളോടുമെല്ലാം ആഭിമുഖ്യം പുലർത്തിയിരുന്നുവെങ്കിലും ദുരിതങ്ങളുടെ പെരുമഴയിൽ കൈമോശം വന്ന ബോധ്യങ്ങൾ അദ്ദേഹത്തെ തിരികെ തേടിയെത്തിയത് അല്പം കഴിഞ്ഞാണ്. പിന്നീട് അദ്ദേഹത്തെ വഴി നടത്തിയ ദൈവത്തിൻ്റെ അനന്തകാരുണ്യം ആ ജീവിതത്തെ കൈപിടിച്ചു നടത്തി. ബഹുമാനപ്പെട്ട മൈക്കിളച്ചൻ്റെ ജീവിതകാലത്തേക്കുള്ള വിഹക വീക്ഷണം പകർന്നു നൽകുന്ന മനോഹരമായ ചില ചിത്രങ്ങളുണ്ട്. അടുത്തു കാണുമ്പോൾ പരുക്കനായി തോന്നിയേക്കാവുന്ന ജീവിതാനുഭവങ്ങളെല്ലാം അല്പം മാറി നിന്ന് വീക്ഷിച്ചാൽ ദൈവം കരം പതിപ്പിച്ച ഒരു മനോഹര ദൃശ്യത്തിൻ്റെ ഭാഗങ്ങളാണെന്ന് നമുക്ക് വ്യക്തമാകും. വേദനകളുടെയും അനാരോഗ്യത്തിൻ്റെയും കുറവുകളുടെയുമായ ഒരു കാലത്തിനു ശേഷം ദൈവത്തിൻ്റെ അനന്തപരിപാലന അദ്ദേഹത്തെ എത്തിച്ചത് ഏറെ മഹത്തരമായ ജീവിത സാഹചര്യങ്ങളിലേക്കാണ്. ഒരുപക്ഷെ അപ്രതീക്ഷിതമായ ഒരു അവസരത്തിലൂടെ റോമിൽ ഉപരിപഠനത്തിനായി എത്തിച്ചേർന്ന അച്ഛനെ തുടർന്ന് കാത്തിരുന്നതും സവിശേഷമായ ദൈവത്തിൻ്റെ വഴി നടത്തലുകളാണ്. തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു റോമിൽ പഠിക്കാനുള്ള അവസരം കിട്ടിയത്. മുന്നറിവൊന്നുമില്ലായിരുന്നു. അപ്പോൾ എന്തു തോന്നി? എനിക്ക് എല്ലാം എൻ്റെ ജീവിതത്തിൽ സർപ്രൈസാണ്. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഒന്നാമത് ആരോഗ്യ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, എന്നെ റോമിന് വിടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു കാര്യമുണ്ടായിരുന്നു, ക്ലാസ്സിൽ പഠനത്തിൽ ഏറ്റവും മുമ്പിൽ ഞാൻ തന്നെയായിരുന്നു. അത് മാർക്കുകളുടെ അടിസ്ഥാനത്തിലൊക്കെ. പിന്നെ ഇവിടെ ആയാലും കുഴപ്പമില്ല, സഹായിക്കുന്നു. പിതാവ് പറഞ്ഞ് കാശിനെ കുറിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് പിതാവ് 2000 രൂപ എടുത്തു തന്നു. അതിൻ്റെ അകത്ത് 1200 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ്. ബാക്കി അത്യാവശ്യം വസ്ത്രം ഉണ്ടാക്കാനും ചിലവിനൊക്കെ ആയിട്ട്, അതുകൊണ്ട് എൻ്റെ മൂക്കിൻ്റെ ഓപ്പറേഷൻ പോലും കൊണ്ട് ചിലവഴിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ പിതാവ് വളരെ താല്പര്യമായിട്ടാണ്. എനിക്ക് വള്ളപ്പള്ളി പിതാവിനോട് എന്നും വലിയൊരു ആദരവുണ്ട്. കാരണം തുടക്കം മുതലേ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു തരത്തിലും സെമിനാരി ചേർക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയെ എൻ്റെ ഹൃദയം വികസിക്കുന്നതാണ് വിട്ടേക്കാൻ പറഞ്ഞ് എടുത്ത കാലം മുതൽ ഇങ്ങോട്ട് എനിക്ക് ആവശ്യത്തിന് ഉള്ള സഹായങ്ങളും നിർദ്ദേശങ്ങളും എന്നും തന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനങ്ങനെ പോയി. എന്തിനാ പോകുന്നത് കൃത്യമായിട്ടൊന്നും അറിയാൻ പാടില്ല, പഠിക്കുന്നു. അപ്പം ഫിലോസഫി 3rd ഇയർ കഴിഞ്ഞു, തിയോളജി 1st ഇയറിലാണ് ഞാൻ പോകുന്നത്.
ചെറുപ്പം മുതൽ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തിയിരുന്ന കാര്യമറ്റമച്ചൻ തനിക്ക് പഠനകാലത്ത് ലഭിച്ച അവസരങ്ങളെയെല്ലാം ഭംഗിയായി വിനിയോഗിക്കുക തന്നെ ചെയ്തു. ഏറെ ഭാഷകൾ മനോഹരമായി കൈകാര്യം ചെയ്യുന്നതടക്കമുള്ള അനവധി വൈദഗ്ധ്യങ്ങൾ സ്വന്തമാക്കിയ അദ്ദേഹം റോമിലെ പഠനകാലത്ത് അല്പം വേറിട്ട് ചിന്തിക്കുകയുണ്ടായി. ഒരു കാലഘട്ടത്തിൽ തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വലിയ ഉത്തരവാദിത്വം തന്നെയാണ് അറിവ് കരസ്ഥമാക്കുക എങ്കിൽ തന്നെയും അതിനപ്പുറം മറ്റു പലതും തനിക്ക് ചെയ്യേണ്ടതുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഒരു കൊല്ലം അവിടെ പഠിച്ചു, വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഇറ്റാലിയൻ പഠിച്ചു. അപ്പോഴേക്കും ഇറ്റാലിയൻ പഠിച്ചു. ഞാൻ ഭാഷ പഠിക്കുന്ന കാര്യത്തിൽ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ കുറച്ച് ഇറ്റാലിയൻ പഠിച്ചിരുന്നു. ഭാഷയുടെ കാര്യത്തിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിലും മറ്റുള്ള വ്യക്തികളുമായിട്ട് ഇടപഴകാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അപ്പോൾ മലയാളികളുമായിട്ട് കഴിയുന്നതും ഒഴിവാക്കിക്കൊണ്ട് ഭാഷ പഠിക്കണമെന്നുണ്ട്, മറ്റുള്ള സംസ്കാരം പഠിക്കണമെന്നുണ്ട്. അതുകൊണ്ട് മറ്റ് ഒരുപാട് ആളുകൾ 10-60-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങൾ താമസിക്കുന്നത് യുക്രൈൻ കോളേജിലാണെന്നുണ്ടെങ്കിലും അവിടെ കോളേജ് എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. നമ്മുടെ കോളേജുകളില്ല, ഇവിടുത്തെ ഹോസ്റ്റലുകൾക്കാണ് അവിടെ കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പോയി യൂണിവേഴ്സിറ്റി എന്ന് പറയും, നമ്മുടെ ഇവിടുത്തെ കോളേജിന് യൂണിവേഴ്സിറ്റി എന്ന് അവർ പറയുക. അപ്പോൾ പ്രൊപ്പഗാൻഡ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിക്കുക. അവിടെ ഒരു 60-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ആഫ്രിക്കൻസാണ് പൊതുവേ, ആഫ്രിക്കൻസ് ഉണ്ട്, ലാറ്റിൻ അമേരിക്കയുണ്ട്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പം ഇറ്റാലിയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ജനതകൾ ഇവരൊക്കെയായിട്ട് ഇടപഴകാനും ഇറ്റാലിയൻ പഠിക്കാനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇറ്റാലിയൻ പഠിക്കാൻ എനിക്ക് പിന്നീട് വേറെ കുറേ ഭാഷകളോട് പഠിച്ചില്ല. വേറെ പല ഭാഷ പഠിച്ചു. ഏതെല്ലാം ഭാഷകൾ പഠിച്ചു? പിന്നെ ജർമ്മൻ പഠിച്ചു. ജർമ്മനും ഇറ്റാലിയനും ഫ്രഞ്ചും, അത് 3 മോഡേൺ ഭാഷകളാണ്. പിന്നെ മുന്നോട്ട് പോകുമ്പോഴേക്കും ഗ്രീക്ക് പഠിക്കേണ്ടതെന്ന്, ബൈബിൾ പഠിക്കാനായിട്ട് ഗ്രീക്ക്, ഹീബ്രു, അരമൈക്ക്. ലത്തീൻ ഞങ്ങൾ നേരത്തെ പഠിച്ചതാണ്. ഞങ്ങൾ മൈനർ സെമിനാരി പഠിക്കുന്ന കാലത്ത് 2 ഭാഷയുണ്ട്, ഇംഗ്ലീഷും ലത്തീനും ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്. അപ്പോൾ 2 വർഷം ശരിക്കും ലത്തീൻ പഠിച്ചതുകൊണ്ട് ഇപ്പോൾ ലത്തീൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സുകളെല്ലാം ലത്തീൻ ഭാഷയിലായിരുന്നു. ഫിലോസഫി പഠിച്ചപ്പോഴും തിയോളജി പഠിച്ചപ്പോഴും ക്ലാസ്സുകളും പരീക്ഷകളും ടെക്സ്റ്റ് ബുക്കും എല്ലാം ലത്തീൻ ഭാഷയിലാണ്. അപ്പോൾ സംസാരിക്കുന്ന ലത്തീനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഭാഷ 5-8 ഭാഷകൾ കൈകാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. ഗ്രീക്ക്, ഹീബ്രു അതൊക്കെ അത് പിന്നീട് പഠിച്ചതാണ്. ബൈബിൾ പഠിക്കാൻ തുടങ്ങി. പഠിച്ചതെല്ലാം റോമിൽ ചെന്നേ പിന്നെയാണ്. അപ്പോൾ തിയോളജി പഠനം ഇവിടെ ആരംഭിച്ചു. 1 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ജോസഫാത്ത് കോളേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മലബാർ കോളേജ് അടച്ചു. കാരണം ഇതിങ്ങനെ മലബാർ കോളേജ് എന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവർക്ക് സംശയമായി, യുക്രൈനിയൻസിന് ഇങ്ങനെ ഇത് മലബാറുകാർ സ്വന്തമാക്കുമോ എന്നൊരു സംശയം ഉണ്ടായതുകൊണ്ട് അവർ യുക്രൈനിയൻസ് ഇവിടെ നിൽക്കി കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് കോളേജ് നിർത്തി, ഞങ്ങൾക്കിവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നൊരു കുടിയിറക്കി വന്നു. പ്ലാസിഡച്ചനും പോയി ഞങ്ങളെ എല്ലാവരെയും കൂടി പ്രൊപ്പഗാൻഡ കോളേജിലേക്ക് വിട്ടു. കൊളേജ് ഉർബാനിയാനോ എന്ന് പറയും, ഉർബേനിയൻ കോളേജ്. അങ്ങനെ പിന്നത്തെ 3 വർഷം അവിടെ ഞങ്ങൾ ഉർബേനിയൻ കോളേജ്. അവിടെ ആയി 10-60ഓളം രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ പഠിക്കാൻ പോയിരുന്നത് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ഒത്തിരി നല്ലൊരു കാലഘട്ടമായിരുന്നു. ആദ്യത്തെ 1-2 വർഷം ഞാൻ വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു. സെക്കൻഡ് ഇയർ ആയപ്പോൾ, ഫസ്റ്റ് ഇയറിൽ ഈ യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിൽ ഞങ്ങളൊരു 10-200-ലധികം ആൾക്കാരുണ്ടായിരുന്നു ഒരു ബാച്ചിൽ. എനിക്ക് അതിൻ്റെ 3rd റാങ്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഭാഷ പഠിച്ചു, തിയോളജി പഠിച്ചു. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സിലേക്കൊരു ചോദ്യം കടന്നു വരുന്നത്, ഇങ്ങനെ മാർക്ക് മേടിച്ചുകൊണ്ട് മാത്രമായില്ലല്ലോ. അപ്പോൾ ജീവിതവുമായിട്ട് കുറേ കൂടി എന്തെങ്കിലും ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ. ഇപ്പം ക്ലാസ്സിൽ പഠിക്കുന്നു, ശരിയാണ്, നല്ല കാര്യം. പക്ഷേ അതുകൊണ്ട് മാത്രം പോരാ എന്ന ഒരു ചിന്ത എങ്ങനെയോ മനസ്സിൽ കൂടുതൽ വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അവിടെ ഒരു സെക്കൻഡ് ഇയർ ആയപ്പം പ്രൊപ്പഗാൻഡയിലേക്ക് വന്നു. ഞങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ്റ്, തേർഡ് ഇയറിൽ ഒരു സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഇപ്പം ഇവിടെയുള്ള വിദ്യാർത്ഥി യൂണിയൻ പോലെ ഞങ്ങൾക്ക് അവിടെ ഈ പ്രൊപ്പഗാൻഡയുടെ ഒരു സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻ, ഓംനസ് ജയന്തസ് എന്ന് പറഞ്ഞാൽ ഓൾ ദ നേഷൻസ്, അത് വോട്ടിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ 20 പേരെ മറ്റാണ് വോട്ടിടുക ഓരോ ബാച്ചിൽ നിന്ന്. ഇഷ്ടമുള്ളവർക്ക് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുക. ഇന്ത്യക്കാർ സാധാരണ അതിന് മുമ്പ് ആരും പോയിരുന്നില്ല. പല കൂട്ടുകാരനൊന്നും ഇവിടെ നിൽക്കുക എന്നാൽ തൻ്റെ ഇടം നിന്നു. എന്നിട്ട് ഈ 20 പേര് കാൻഡിഡേറ്റ്സിൽ ഇലക്ട് ചെയ്യപ്പെടുന്നതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ 2ാമത്തെ വ്യക്തി ഞാനായിരുന്നു. അപ്പോൾ തേടിയത്. അപ്പോൾ എനിക്ക് ആൾക്കാർക്ക് അവിടെ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഓംനസ് ജയന്തസിൻ്റെ അംഗമായിട്ട് ഞാൻ പ്രൊപ്പഗാൻഡയിൽ നിന്ന് മാറി. അത് കഴിഞ്ഞ് എന്ത് തരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കൊരു എന്തെങ്കിലും പുതിയ ആക്ടിവിറ്റി തുടങ്ങിക്കൊള്ളാമെന്നുണ്ട്. അതുവരെ സാധാരണഗതിയിൽ കൾച്ചറൽ ആക്ടിവിറ്റിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞൊരു സോഷ്യൽ ഫീൽഡിലേക്ക് കടന്നാലും താമസം എന്ത് ചെയ്യണം. അവിടെ ഒരു മീറ്റിങ്ങിൽ ഞാനിതൊരു സജഷൻ വെച്ചു, നമുക്കൊരു ഹോസ്പിറ്റൽ മിനിസ്ട്രി ആയിട്ട് ഇപ്പോൾ രോഗികളായി കിടക്കുന്ന ആൾക്കാരെ പോയി കാണുക, അതുപോലെ വൃദ്ധമന്ദിരങ്ങൾ സന്ദർശിക്കുക. അപ്പോൾ അവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്ക് മെസ്സേജ് കൊടുക്കാൻ സാധിക്കുക, അവരെന്തെങ്കിലും
താല്പര്യമായി. അത് ആൾക്കാർക്ക് താല്പര്യം. അങ്ങനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ എടുത്തു. അങ്ങനെ അവിടുത്തെ വെറുതെ പോയി ഹോസ്പിറ്റലിൽ പോയി കാണാൻ പാടില്ല. അപ്പോൾ അതിന് ഹോസ്പിറ്റലിൻ്റെ അംഗീകാരം വേണം. അപ്പം അവിടുത്തെ കാത്തലിക് ഹോസ്പിറ്റൽസ് അസോസിയേഷൻ്റെ മുഴുവൻ ചെയർമാനായിട്ട് കാർഡിനലുണ്ട്. അപ്പോൾ ഞാൻ ആ കാർഡിനിൽ പോയി കണ്ടു. കാർഡിന് പുള്ളി താല്പര്യമായി പറഞ്ഞ് പുള്ളിക്കാരൻ്റെ കത്ത് തന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാം. ഒരു 4-5 ഹോസ്പിറ്റൽസ് ഞങ്ങൾ കണ്ടുപിടിച്ചു. എന്നിട്ട് സ്റ്റുഡൻസ് താല്പര്യമുള്ളവർക്ക് വരാം. അതിന് ഒരു 100-100ഓളം സ്റ്റുഡൻസ് ഇതിന് വേണ്ടി പേര് തന്നു. അപ്പോൾ ഞങ്ങളുടെ വൃദ്ധമന്ദിരങ്ങളുണ്ടായിരുന്നു, ജനറൽ ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു, മെൻ്റൽ ഹോസ്പിറ്റൽസ്. അതിങ്ങനെയുള്ളൊരു 8-10 ഹോസ്പിറ്റൽസ് ഞങ്ങൾ തിരഞ്ഞെടുത്തു. ആഴ്ചയിലൊരിക്കൽ പോകും, അവരുമായിട്ട് കണ്ടും സംസാരിക്കും. അത് വളരെ അനുഭവമായി. എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൊണ്ടുവന്ന് ഞങ്ങളത് പബ്ലിഷ് ചെയ്തു. അതൊരു വലിയൊരു ഹരമാണ്. അതിന് ശേഷം ഇനി തുടർന്ന് പോയെന്ന് അറിയാൻ പാടില്ല. പാവപ്പെട്ടവരും ആലംബഹീനരുമായ ജനങ്ങളോടുള്ള പ്രത്യേകമായ പരിഗണനയുടെ മനോഭാവം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ വേദനിക്കുന്നവരോട് ചേർന്നു നിൽക്കുവാനും ആവശ്യമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാനും ആ കാലഘട്ടത്തിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. ആയിടയ്ക്കാണ് ആബേ പിയർ എന്ന ഫ്രഞ്ച് വൈദികനെ മൈക്കിൾ അച്ഛൻ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനാകുന്നതും. 1912 ജനിച്ച് 2007 വരെയുള്ള സുദീർഘമായ ഏറെ പതിറ്റാണ്ടുകൾ ഒരു വലിയ ജനതയുടെ പ്രിയങ്കരനായി ജീവിച്ച വൈദിക ശ്രേഷ്ഠനായിരുന്നു ആബേ പിയർ. ഫ്രാൻസിൽ സാമൂഹികവും രാഷ്ട്രീയവുമായ ഏറെ ഇടപെടലുകൾ നടത്തിയ ഒരു മാതൃകാപരമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പാവപ്പെട്ടവർക്കും ആലംബഹീനർക്കും വേണ്ടി നീക്കിവയ്ക്കപ്പെട്ട ജീവിതം. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്കു വേണ്ടി സേവനം ചെയ്യുന്നതിനായി അദ്ദേഹം സ്ഥാപിച്ച എമ്മാവൂസ് എന്ന സംഘടനയും പ്രസിദ്ധമാണ്. ഉപയോഗശൂന്യമായ വസ്തുക്കൾ ശേഖരിച്ച് തരം തിരിച്ച് വിറ്റ് പണം സ്വരൂപിച്ച് അത് ദരിദ്രർക്കു വേണ്ടി വിനിയോഗിക്കുന്നതടക്കമുള്ള വ്യത്യസ്തമായ ഏറെ പ്രവർത്തനങ്ങൾ ആ സംഘടനയുടേതായി ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഈ സംഘടനയുടെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട മൈക്കിൾ കാരിമറ്റം അച്ഛൻ. ഉപേക്ഷിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, വഴിയാധാരമാകുന്നത്. ഈ വഴിയാധാരമാകുന്ന അവരെ വലിച്ചെറിയപ്പെടുന്ന മാർജിനലൈസ്, ത്രോണവേ, ഇങ്ങനെ വലിച്ചെറിയപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യർ വലിച്ചെറിയുന്ന സാധനങ്ങൾ കൊണ്ട് അവരെ തെറ്റിപ്പോറ്റുക എന്ന് പറഞ്ഞാൽ, പുറന്തള്ളപ്പെടുന്ന വ്യക്തികൾക്ക് സഹായിക്കാനായിട്ട് നമ്മുടെ പെറുക്കികൾ എന്ന് പറയില്ലേ, വീട് തോറും പറമ്പ് തോറും കയറി നടന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ പെറുക്കി കൊണ്ടുവന്ന് അത് സോർട്ട് ചെയ്ത് വിറ്റ്, അങ്ങനെ ഒരു പരിപാടിയാണ് ഒരു മാസം. അപ്പോൾ പെറുക്കികളുടെ കൂടെ കൂടി ഒരു മാസം അതൊരു 10-50ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അത് അധികവും ഇറ്റാലിയൻസും ഫ്രഞ്ചും ജർമ്മൻ സ്റ്റുഡൻസ്. എനിക്ക് 3 ഭാഷയും അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു. തേർഡ് ഇയർ തിയോളജിയായിരുന്നു. അവരുടെ കൂടെ കൂടി ഒരു മാസം താമസിച്ചു. അതൊരു വലിയ അനുഭവമായി. അന്നത്തെ ഒരു അനുഭവം ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളൊരു സെമിനാരി, പഴയ സെമിനാരി, അവിടെ സെമിനാരിലെല്ലാം ഉണ്ടായി. ആ സെമിനാരിലാണ് ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് സ്ഥലം കിട്ടിയത്. അപ്പോൾ സെമിനാരി പിള്ളേരില്ലാത്തതുകൊണ്ട് പൂട്ടിയിരിക്കുകയാണ്. തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, അങ്ങനെ ഒരു 10 മിനിറ്റ് നടക്കണം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ബോയ്സ് ഒരു ഹാളിൽ, മറ്റേ ഗേൾസ് വേറൊരു ഹാളിൽ ഞങ്ങൾ താമസിക്കും. ഞാൻ അതിരാവിലെ ഒരു 5 മണിയാകുമ്പോൾ എണീക്കും. 6 മണിക്ക് എണീറ്റാൽ മതി. 6 മണിക്ക് എണീറ്റാൽ 6:30 കാപ്പി കുടിച്ചിട്ട് പണി ഒരു 7:30 ആകുമ്പോൾ പണി തുടങ്ങുന്നതാണ്. അപ്പോൾ ഞാൻ 5 മണിയാകുമ്പോൾ എണീറ്റ് ആരും അറിയാതെ മുഖമൊക്കെ കഴുകി പല്ലും തേച്ച് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ ഞാൻ സൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ രാവിലെ ഒരു 6:15 ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ സൂട്ടും കോട്ടും അവിടെ വേണ്ടി, എടാ നീ ഇവിടെ പോയതാണ്, പലരും ഇവനെ വെളുപ്പാൻ കാലത്ത് എങ്ങോട്ട് പോകുന്നതാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പള്ളിയിൽ പോകുന്നു. ഓ പള്ളിയിലോ? അതെ. അങ്ങനെ 2-3 ദിവസം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പലർക്കും താല്പര്യം. ഈ മരുമൊക്കെ പള്ളി പോകാറില്ല, എന്നെ കൊണ്ട് വിളിക്കണം കേട്ടോ. അങ്ങനെ അവസാനം ആയപ്പോഴത്തേക്കും ഒരു മാസം അവസാനം ആയപ്പോഴത്തേക്കും ഒരു 8-10 പേരെൻ്റെ കൂടി പള്ളി പോരുന്നത്. ഞാൻ വെളുപ്പിന് എണീറ്റ് കഴി വരും. അവസാനത്തെ ദിവസം ഞങ്ങളുടെ ഒരു ക്യാമ്പ് ലീഡർ ഉണ്ടായിരുന്നു, റൊളാൻ ബൊനെ എന്ന് പറയും, ഒരു കഷണ്ടിക്കാരനാണ്. ഒരു ഫോട്ടോ ഉണ്ട്. റൊളാൻ ബൊനെ എന്ന് പറഞ്ഞൊരു തനി എത്തയിസ്റ്റാണ്. പുള്ളിക്കാരന് ഈശ്വരനും വിശ്വാസത്തിലും മതത്തിലും വിശ്വാസമില്ലേ, പഴയ ഫ്രഞ്ച് റവല്യൂഷൻ്റെ വാക്കാണ്. പുള്ളി പറഞ്ഞ്, എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ സഭയിലും വിശ്വാസമില്ല, ദൈവത്തിലും വിശ്വാസമില്ല, പക്ഷേ നിൻ്റെ ഈ പണികൾ കണ്ടിട്ട് എനിക്ക് അതിനകത്തൊരു താല്പര്യം തോന്നുന്നു. എന്നാൽ ഞാൻ ശരിക്കും പണിയെടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയിരുന്ന പണി ക്യാൻറ്റീനിലിരിക്കുക, വരുന്ന വേസ്റ്റ് പേപ്പർ എല്ലാം കൂടി പാക്ക് ചെയ്യുകയാണ്. അതൊരു പെട്ടിയുടെ അകത്ത് വെച്ചിട്ട് കമ്പി ഇട്ട് വലിക്കും. വേറൊരാളുണ്ട് അപ്പുറത്തുണ്ട്, അവർ ഈ കമ്പി വലിക്കുമ്പോൾ പൊട്ടും. അവൻ ഒരുപാട് തെറി പറയും. ഞാൻ കമ്പി വലിക്കുമ്പോൾ പൊട്ടും. ഞാൻ എന്നാ പറയുന്നത്, ഞാൻ പിന്നെ വലിയ എടാ നിനക്ക് തെറി പറയാൻ അറിയാൻ പാടില്ലേ, ഞങ്ങൾ തെറി പറയുന്നതുകൊണ്ട് കമ്പി കൂടുമോ? ഇതെന്തൊരു മനുഷ്യനാണ് തെറി പറയാതെ കമ്പ് കെട്ടുന്നത്.
എനിക്ക് തെളിവ് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഉപകാരമില്ല, അതുകൊണ്ട് ഞാൻ കിട്ടുകയാണ്. അവർക്ക് അത്ഭുതമായി. അപ്പോൾ എൻ്റെ ചില പ്രവർത്തനങ്ങൾ ഇവർക്ക് വളരെ ഒരു ഇൻസ്പയറിംഗ് ആയിരുന്നു. ഞാനിപ്പം മറ്റുള്ളവർ പണിക്ക് ഞാൻ വിശ്രമിക്കാൻ പോകാറില്ല. ഞാൻ അതിനേക്കാളും ചെറിയ മനുഷ്യനായിരുന്നു. പക്ഷേ എനിക്ക് തമ്പുരാനെ കുറിച്ച് ആരോഗ്യമുണ്ട്, പണിയണമെന്ന് താല്പര്യമുണ്ട്. 8 മണിക്കൂർ ശരിക്കും പണിയെടുക്കും, അതിൻ്റെ അകത്ത് ക്ഷീണമില്ല. പിന്നെ വെളുപ്പിനെ 1 മണിക്കൂർ നേരത്തെ എണീറ്റ് പള്ളിയിൽ പോകുന്നു, യോഗ ചെയ്യാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഇനി മനുഷ്യന് വളരെ ഒരു ഇൻസ്പയറിംഗ് ആയി. ഈ എത്തേസ്റ്റ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞു, എനിക്ക് വിശ്വാസമൊന്നുമില്ലെങ്കിലും ഐ വാണ്ട് ടു ഡു എ ഫേവർ. നിനക്കൊരു സമ്മാനം നിലയിൽ ഞാനും ഭാര്യയും കൂടെ നാളെ നിൻ്റെ കൂടെ പള്ളി വരികയാണ്. അപ്പോൾ ഒരുപക്ഷെ അയാൾ ജനിച്ച പിന്നെ പള്ളി പോയിട്ടുണ്ടാവില്ല. അങ്ങനെ പള്ളിയിൽ വന്നു കുർബാനയ്ക്ക് കൂടി. പിന്നെ വിശ്വസിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. വൈദിക പരിശീലന കാലത്ത് ഏറ്റവും മാതൃകാപരമായി ദൈവം വഴി നടത്തിയിരുന്ന ആ ജീവിതം ഒട്ടേറെ സഹപാഠികൾക്കും പുറമെയുള്ളവർക്ക് പോലും മാർഗദീപമായി മാറിയിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പാലിക്കപ്പെട്ടു പോന്നിരുന്ന നിഷ്ഠകൾ മാതൃകാപരമായിരുന്നു. അവ പലപ്പോഴും ഏറെ പേർക്ക് തിരിച്ചറിവ് പകർന്നു. ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ്റെ റോമിലെ പഠന കാലഘട്ടം താരതമ്യേന സുദീർഘമായിരുന്നു. 1964 പഠനത്തിനായി അവിടെ എത്തിയ അദ്ദേഹം 68 പൗരോഹിത്യം സ്വീകരിച്ചുവെങ്കിലും 79 തിരിച്ച് നാട്ടിലെത്തുന്നത്. 68 മുതലുള്ള സുദീർഘമായ 10 വർഷക്കാലം ബൈബിൾ പഠനത്തിനായി നീക്കിവെച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയൊരു ദൈവനിയോഗം തന്നെയായിരുന്നു ആ ദൗത്യം. തുടർന്നിങ്ങോട്ട് കേരള സഭയ്ക്ക് മാർഗദീപമാകേണ്ട ഒരു പ്രഗത്ഭനായ ബൈബിൾ പണ്ഡിതനെ ആ കാലങ്ങളിൽ ദൈവം രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നു. 68 ആണ് ഓർഡിനേഷൻ്റെ ഒരു 4 മാസം മുമ്പ് പിതാവ് അതിലെ വന്നിരുന്നു, ഉള്ളപ്പള്ളി പിതാവ്. ആ പിതാവ് പറഞ്ഞ് നമുക്കവിടെ തിരിക്കാലോടൊന്നും ഇല്ലെന്ന് അറിയാമല്ലോ. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ വലിയ പൊസിഷനൊന്നുമില്ല, അതുകൊണ്ട് ഷമാശന് കഴിയുന്ന വേഗം കിട്ടുന്നൊരു ഒരു ഡോക്ടറേറ്റ് എടുത്തുകൊണ്ട് പോരെ. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമായിട്ട് കഴിയുന്ന വേഗം കിട്ടുന്ന ഡോക്ടറേറ്റ് തിയോളജിയാണ്, 2 കൊല്ലം കൊണ്ട് പഠിക്കാൻ. പക്ഷേ അതുകൊണ്ട് വലിയൊരു എനിക്ക് താല്പര്യം. ഞാൻ ബ്രദറിന് എന്നാ താല്പര്യം? ഞാൻ പറഞ്ഞു പഠിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബൈബിൾ പഠിക്കാൻ താല്പര്യം. കാരണം ബൈബിളിനോട് എനിക്ക് താല്പര്യം ഉണ്ടായത് 61 1961 ഞാൻ ഫിലോസഫി പഠിക്കുന്ന കാലത്ത് കർമ്മലഗിരിയിൽ, അതിൻ്റെ ഫസ്റ്റ് ഇയറാണ് 61. അന്ന് അവിടെ ഞങ്ങൾക്ക് ധ്യാനിപ്പിക്കാനായിട്ട് വന്നത് ഒരു സാമുവൽ റായൻ എന്ന് പറഞ്ഞ ജെസ്വിറ്റ് ഫാദറാണ്. അദ്ദേഹം ഇപ്പോൾ വയസ്സനായിട്ട് സമീക്ഷയിലുണ്ട്. സാമുവൽ റായൻ അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്, പുസ്തകങ്ങളായിട്ട് അധികമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്നെ ഒരുപാട് സ്വാധീനിച്ചു ബൈബിളിനെ കുറിച്ച്. അദ്ദേഹം ഏഷ്യാഡ് പുസ്തകത്തിലെ എബദി യാഹ്വേ ദാസഗീതികൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അതിലൂടെ തുടങ്ങി പ്രവചനങ്ങളിലൂടെല്ലാം എനിക്ക് വളരെ താല്പര്യമായി. അതിന് ശേഷം ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ പഠിക്കണമെന്നൊരു താല്പര്യമുണ്ട്. അപ്പോൾ തിയോളജിയുടെ കാലത്താണെങ്കിലും അവസരം കിട്ടുന്ന കോഴ്സുകൾ ഓപ്ഷനുള്ളതെല്ലാം ഞാൻ ബൈബിൾ എടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ബൈബിൾ പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. അത് ഒരുപാട് കാലം എടുക്കും, 5-8 കൊല്ലം എടുക്കുന്നു. അതിന് നമുക്കത്ര നേരമില്ല. ഞാൻ പറഞ്ഞില്ല, സാരമില്ല. അത് കഴിഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അന്നത്തെ ആലുവ സെമിനാരി റെക്ടറായിരുന്നു ഡൊമിനിക് അച്ഛൻ്റെ കത്ത് എനിക്ക് വന്നു. അന്നത്തെ റെക്ടറാണ് അദ്ദേഹം, സ്പാനിയായിട്ട്. അച്ഛൻ്റെ കത്തിൽ 2 കാര്യങ്ങൾ വെച്ചിരുന്നത്. വുഡ് യു ലൈക്ക് ടു സ്റ്റഡി ബൈബിൾ? വുഡ് യു ലൈക്ക് ടു കം ബാക്ക് ആൻഡ് ടീച്ച് ബൈബിൾ ഇൻ ദ സെമിനാരി? അപ്പം ബൈബിൾ പഠിക്കാൻ താല്പര്യമുണ്ടോ, തിരിച്ചു വന്ന് സെമിനാരി പഠിപ്പിക്കാൻ താല്പര്യമുണ്ടോ? ഇതാണ് 2 കാര്യം. ഞാനതൊരു മറുപടി എഴുതി. എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, അത് ബിഷപ്പാണ് അനുവദിക്കുന്നത്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നത് എവിടെയായിരിക്കണം പിതാവ് തീരുമാനിക്കേണ്ട കാര്യമല്ല. അത് ഇപ്പം പറയാനല്ല, താല്പര്യമില്ലായികയില്ല. പക്ഷേ ഞാൻ വന്നിട്ട് ഇവിടെ എന്ത് ജോലി ചെയ്യണം എന്ന കാര്യം അത് പിതാവ് തീരുമാനിക്കട്ടെ. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് എഴുതി, അദ്ദേഹം പിതാവിന് എഴുതി. പിതാവ് വന്നിട്ട് അവസാനം പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ ബൈബിൾ പഠിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ 68 ജൂൺ 29 ഓർഡിനേഷൻ കഴിഞ്ഞു, അവിടെ വെച്ച്, റോമിൽ വെച്ച്. പതിനഞ്ച് വർഷത്തെ യൂറോപ്യൻ വാസം മൈക്കിൾ അച്ഛന് നൽകിയ അനുഭവങ്ങൾ ചെറുതല്ല. യൂറോപ്പിന്റെ എല്ലാ മേഖലകളിലൂടെയും സഞ്ചരിക്കുകയും യൂറോപ്പിന്റെ സ്പന്ദനങ്ങളിലൂടെ ലോകത്തെ പഠിക്കുകയും
ഏറ്റവും സാധാരണക്കാരായവർ മുതൽ എല്ലാ വിഭാഗം ജനങ്ങളുമായും അടുത്തിടപഴകുകയും ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ മനസ്സിൽ അതുവഴിയായി തന്നെ അതിവിശാലമായ ഒരു ജീവിത വീക്ഷണത്തെ ദൈവം രൂപപ്പെടുത്തുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തായിരുന്നു 67. പിന്നെ ഒരു 69 മുതൽ ഞങ്ങൾ 2-3 പേര് കൂടി ഒരു പഴയ കാർ വാങ്ങും, യൂറോപ്പൊക്കെ കാണാനായിട്ട് പോകും. അങ്ങനെ കുറേ യാത്രകൾ നടത്തിയിട്ടുണ്ട്. അപ്പം ഒരു യാത്ര ഞങ്ങൾ 10,000 കിലോമീറ്ററോളം യാത്ര ചെയ്താണ്. അന്ന് ഇറ്റലിയുടെ വടക്കേ അറ്റത്ത് പോയിട്ട് ജനോവ, ഫ്രാൻസിൽ പോയി, സ്പെയിനിലെ മാഡ്രിഡ്, അതുപോലെ ഇങ്ങനെ അന്നത്തെ ഈ പഠനത്തിനിടയ്ക്ക് കുറേ യാത്ര നടത്തി. ഒരു സ്റ്റോക്ക്ഹോം വരെ പോകാനായിട്ട് സാധിച്ചു, വേറൊരിക്കലും മോസ്കോ വരെ യാത്ര ചെയ്തു, വേറൊരിക്കലും ഇസ്താംബുൾ. ഇതെല്ലാം കാറിനാണ് പോകുന്നത്. ഇപ്പം പഴയ കാറുകളുമായിട്ട് പോവുകയാണ്. ഹോളി ലാൻഡിൽ പോകാനുള്ള അവസരം ഉണ്ടായി. അപ്പോൾ ഒരു 10 കൊല്ലം അവിടെ ബൈബിൾ പഠനം നടന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലങ്ങൾ കാണാനായിട്ട് സാധിച്ചു. ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പെഷ്യലൈസേഷനായിരുന്നു ഈ 68 മുതൽ 78 വരെ. തന്റെ പരിശീലന കാലത്തിനൊടുവിൽ 37-ാം വയസ്സിലാണ് 1979 അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തുന്നത്. ഏറെ കാലമായി സവിശേഷമായ പാതയിലൂടെ ദൈവം വഴി നടത്തിയിരുന്നുവെങ്കിലും ഒട്ടേറെ കഴിവുകളും അറിവുകളും നേടിയെടുത്തിരുന്നുവെങ്കിലും തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ച് അവ്യക്തത മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഏറെക്കാലം നാട്ടിൽ നിന്ന് അകന്നു നിന്നതുമൂലം ശരിയായ രീതിയിൽ സ്വന്തം ഭാഷ ഉപയോഗിക്കാൻ പോലും അശക്തനായിരുന്ന അദ്ദേഹത്തിൽ പിന്നീടും അപകർഷതാബോധം വളർത്തിയ ചില അനുഭവങ്ങളുമുണ്ടായി. 78-ലാണ് എൻ്റെ ബൈബിളിലെ ഡോക്ടറേറ്റ് തീർത്ത് 79-ലാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു വലിയ ഒരു അനുഭവമായിരുന്നു. ഒരുപാട് ആളുകളുമായിട്ട് പരിചയപ്പെടാനും ഒക്കെ ഒരു അവസരമുണ്ടായി. പക്ഷേ അതോടുകൂടി സംഭവിച്ചത് എൻ്റെ ഭാഷ എനിക്ക് നഷ്ടപ്പെട്ടു. മലയാളം 15 കൊല്ലം അധികം ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് തിരിച്ചു വരുമ്പം ഉള്ള പ്രശ്നമുണ്ട്. ഞാൻ തിരിച്ചു വന്നതിനെക്കുറിച്ച് പറയാം. പഠനത്തെക്കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളത് എനിക്ക് തോന്നുന്നു. ഉണ്ടാകുന്നില്ല. ഞാൻ തിരിച്ച് വന്നു, തലശ്ശേരിയിലേക്ക് വന്നു. തലശ്ശേരിയിലേക്ക് ഞാൻ തിരിച്ചു വന്നു. തലശ്ശേരി ഞാൻ വരുന്നത് 79-ലാണ്. അതെ, 79 ഏപ്രിൽ അവസാനമാണ്. ഒരു മാസം എനിക്ക് അവധിയായിട്ടൊന്നും ഞാൻ സ്ഥലമെല്ലാം കണ്ട അവസാനം എൻ്റെ പിതാവ് എന്നെ ചെമ്പേരിലേക്ക് അസിസ്റ്റൻ്റായിട്ട്, എനിക്ക് ആകപ്പാടെയുള്ള ഇടവക എന്ന് പറയാനുള്ള ചെമ്പേരിയാണ്. അതിൻ്റെ ഇടവകയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ചെമ്പേരിൽ ഞാൻ ജൂൺ മുതൽ ഡിസംബർ വരെ, 79 ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള 6-7 മാസമാണ് എനിക്ക് ആകപ്പാടെ പാസ്റ്ററൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ടുള്ള ഇടവക. അന്നൊരു തമാശ ഉണ്ടായി. അപ്പോൾ പുത്തമ്പരേശനാണ്, ജേക്കബ് പുത്തമ്പരേശനാണ് അന്നത്തെ വികാരി. വികാരിച്ചൻ വന്നു വിടും, താനൊക്കെ കുറച്ച് പഠിച്ചിട്ട് പോകുന്നുള്ളതല്ലേ, അതുകൊണ്ട് എവിടെയെങ്കിലും ക്ലാസ് എടുക്കാൻ വല്ല അവസരം കിട്ടുകയാണെങ്കിൽ പൊയ്ക്കോ, ശനി ഞായർ കൂടി ഉണ്ടായിരിക്കണം. എനിക്ക് എഴുതി ക്ലാസ് എടുക്കാൻ പോലും എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ എന്നിട്ട് അച്ഛൻ പറഞ്ഞു, അടുത്ത ശനിയാഴ്ച നമുക്കിവിടെ ഒരു ചെറുപ്പക്കാർ പെൺപിള്ളേരുടെ മാരേജ് ഗൈഡൻസിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ താൻ കുറച്ച് കൊല്ലം ക്ലാസ് എടുക്കണം. പെൺപിള്ളേർക്ക് എന്ത് ക്ലാസ് എടുക്കാൻ അറിയാം, ഞാനൊന്നും പഠിച്ചിട്ടുമില്ല, ഫാമിലി പഠിച്ചിട്ടുമില്ല, മലയാളം വശവുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉന്നയിക്കൂ. അതുകൊണ്ട് ചൊവ്വാഴ്ച കണ്ട് പറയുന്നത്. അതിന് ബുധനാഴ്ചയും വ്യാഴാഴ്ച അച്ഛൻ എന്നെ ഓരോ വഴിക്ക് കൊണ്ടുപോയി. അവസാനം വെള്ളിയാഴ്ച വൈകുന്നേരമാണ്, ഒന്നും ഒരുങ്ങിയിട്ടുമില്ല. ശനിയാഴ്ച പിള്ളേർ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു മിക്കവാറും കുടുംബത്തെക്കുറിച്ചല്ലേ പറയേണ്ടത്. അപ്പോൾ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ കുടുംബം തുടങ്ങുന്ന ആദവും ഹൗവായുമാണ്. ആദത്തിൻ്റെയും ഹൗവായുടെയും കാര്യമൊക്കെ പറയാം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പകുതി ഇംഗ്ലീഷും പകുതി ഇറ്റാലിയനും ഒക്കെ ആയിട്ട് പറഞ്ഞു. ഞാനൊക്കെ വേർക്കാനും തുടങ്ങി, പിള്ളേർ ചിരിക്കാൻ തുടങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞ മക്കളെ ഞാൻ രാജിയാവുകയാണ്. എനിക്ക് ഭാഷ അറിയാൻ പാടില്ല, ഈ വിഷയം അറിയാൻ പാടില്ല, എന്തെങ്കിലും ഞാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഞാൻ പഠിപ്പിക്കാൻ നമ്മൾ തൽക്കാലം പിരിയുകയാണ്. അങ്ങനെ ആദ്യത്തെ ക്ലാസ് 10 മിനിറ്റ് കൊണ്ട് വേർത്തൊലിച്ച് നാണം കെട്ട് സറണ്ടർ ചെയ്തു. അങ്ങനെയാണ് ഇവിടുത്തെ നമ്മുടെ പഠനം ആരംഭിക്കുക. എൻ്റെ ഓരോ പരിപാടികളും തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അഴിയുന്നെങ്കിലോ ഒട്ടേറെ ഫലം പുറപ്പെടുവിക്കും. ദൈവത്തിനായി ഫലം പുറപ്പെടുവിക്കേണ്ട വിത്തുകൾ സ്വയം ഇല്ലാതാകേണ്ടവയാണ് എന്ന ബോധ്യമാണ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ നിന്ന് ഗ്രഹിക്കുന്നതും പ്രഘോഷിക്കുന്നതുമായ സന്ദേശം. താനെന്ന ചിന്തയെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ തന്നിൽ പ്രവർത്തിച്ചിരുന്ന ദൈവാത്മാവ്
എന്നും ശ്രദ്ധിച്ചിരുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഫ്രാൻസിസ് തോംസന്റെ ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞൊരു പോയമുണ്ട്, ജോസ് പഠിച്ചിട്ടുണ്ടാവും. ഫ്രാൻസിസ് തോംസന്റെ ഹൗണ്ട് ഓഫ് ഹെവൻ, സ്വർഗത്തിൽ വേട്ടപ്പെട്ടി എന്ന് പറയുക. അതിനകത്ത് ഒരു ഭാഗം എന്ന് പറയുന്നുണ്ട്, ഓ ദൗ ഡിസയർ ഇൻഫിനിറ്റ് മസ്റ്റ് ദൗ ചാർ ദ വുഡ് എയർ യു ക്യാൻ ലൈവ് വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞാൽ, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ ദൈവമേ, മരം കത്തിച്ച് കരിയാക്കാതെ നിനക്കതുകൊണ്ട് വരയ്ക്കാൻ പറ്റില്ലേ? ഓർ ഷുഡ് ദൈ ഹാർവെസ്റ്റ് ഫീൽഡ് ബി ഡങ്ക്ഡ് വിത്ത് റോട്ടൺ ഡെത്ത്, ചത്ത് ശവമായി ചീഞ്ഞഴിഞ്ഞാലേ അത് വളമാവുകയുള്ളൂ. അതൊരു പാഠമാണ്. അപ്പോൾ എൻ്റെ ജീവിതം എനിക്ക് ആ പാഠമാണ്. പിന്നീട് ബൈബിളിലേക്ക് ഒരു ഇത് തന്നെയാണല്ലോ, കൊതുമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ തന്നെ ഇരിക്കും, അഴിഞ്ഞാൽ ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ എൻ്റെ ജീവിതം ഞാൻ തുടക്കം മുതൽ കാണുന്നത് ഇങ്ങനെ തുടക്കത്തിൽ ഇടിച്ച് താർത്തി അഴിച്ച് ശരിക്ക് അഴിച്ച് ഇത് ഞാനല്ല എന്നുള്ള രീതിയിലാക്കുക. അപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുകളാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു വലിയ കാര്യം ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് എന്നെ ശരിക്കും ഉടച്ച് ശരിയാക്കും. അപ്പം അന്നേരം അവസാനം പറയും, ഞാനല്ല നീയല്ല, ഞാനാണ് ചെയ്യുന്നത്. തോമസ് മാത്യു അറിയപ്പെടുന്ന ലിറ്റററി ക്രിട്ടിക്കാണ് തോമസ് മാത്യു, പിന്നെ റെക്സ് എന്ന് പറഞ്ഞ് ഈ 2 സാറന്മാരായിരുന്നു ഞങ്ങളെ സഹായിക്കുക. അവർ 2 പേരും ഞങ്ങൾ 3 പേരും, ഈ 5 പേര്, പിന്നെ ഒരു സിസ്റ്റർ അനിറ്റ, ഈ 6 പേരുടെ ഒരു ടീമാണ് എഡിറ്റിംഗ് ഉണ്ടായിരുന്നത്. കാരണം ഇന്നത്തെ ചുറ്റുപാടിൽ അൽമാരുടെ അടുത്ത് ബൈബിൾ എത്തിച്ചു കൊടുക്കാനായിട്ട് ഒരു മനുഷ്യനില്ല. ബൈബിൾ പഠിച്ചവർ ആകപ്പാട് 3-4 പേരുള്ളവരെല്ലാം സെമിനാരികളിലുമാണ്. അപ്പോൾ ഒരു ബൈബിൾ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ സെമിനാരി പോയിരിക്കുന്നത് പന്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പിതാവിന് ലക്ഷം ഇഷ്ടം. അങ്ങനെ ഞാൻ അവിടെ ചെയ്തു നിന്നു. ഒരു ഓർത്തോപെഡീഷ്യനാണ് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, അസ്ഥിയുടെ കാര്യം. അപ്പോൾ അയാൾ സ്പോണ്ടിലോസിസ് ആണല്ലോ. അപ്പോൾ അയാൾ അങ്ങോട്ട് ഇപ്പം എനിക്ക് അതിനിടയ്ക്ക് ഓർമ്മ നഷ്ടപ്പെടാൻ പല കാര്യങ്ങളും പറഞ്ഞു വരുമ്പോഴത്തേക്കും മറന്നുപോകും, ഓർമ്മ പ്രശ്നം. അപ്പോൾ ഈ ശക്തമായ വേദന, ഓർമ്മ പ്രശ്നം, ഇതാണ് പ്രധാനമായിട്ട് 2 ഇഷ്യൂ.